സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ബിരിയാണിയാണ്. നിങ്ങൾക്ക് ഏതോ ഇഷ്ടമുള്ളത് കമൻറ്റ് ഇടുക. അപ്പം നിങ്ങൾ ചോദിക്കും ഇതിപ്പോൾ എന്തിനാ പറയണത് ഇതിൻ്റെ ഇടയിൽ, വെറുതെ ഒരു സുഖം കോമഡി അല്ലേ. അപ്പോൾ എന്തായാലും അതൊന്നല്ല, അത് വേറെ വിഷയം. അപ്പോൾ ഞാൻ ഏകദേശം 3 മാസമായി വീഡിയോസും കാര്യമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും നിനക്ക് എന്ത് തിരക്കടേ? വെറുതെ ഒന്നുമില്ല, തിന്നുക, ഉറങ്ങുക, കുളിക്കുക, കളിക്കുക, അതൊക്കെ തന്നെ പരിപാടി. നിങ്ങളെ പരിപാടി അതാണെന്ന് അറിയാം, അധികം ഓവറാക്കൊന്നും വേണ്ട. അപ്പോൾ ഈ നമ്മൾ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ, അതായത് കുറേ മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫാക്ടറി റൈഡിൽ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബാക്കിൽ കാണുന്ന നമ്മുടെ ഈ ഒരു ബോൺമിൽ ഫാം ആയിരിക്കും. പിന്നെ നമ്മൾ ഈ വഴിക്ക് വന്നിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ പിന്നെ നമ്മുടെ വ്യക്തി മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ മിന്നാന്നാണ് ഗെയിമിൽ തന്നെ കയറുന്നത് ഈ ബസാൾട്ട്. അപ്പോൾ ബസാൾട്ട് ജനറേറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ, ഫാമിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഗെയ്സ് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. അതേപോലെ തന്നെ ക്രീപ്പർ ഫാം ഉണ്ടാക്കുന്നത്, ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കുന്നത്, അതേപോലെ നമ്മളെ ബസാൾട്ട് ജനറേറ്റർ ഫാം ഉണ്ടാക്കുന്നത് ഇട്ടിട്ടില്ല. കണ്ടോ? അതുകൊണ്ട് കാണുന്നതാണ് ഏലിയൻ ഷിപ്പ്, UFO ഷിപ്പ് പോലെ തോന്നുന്ന ആ സാധനമാണ് നമ്മുടെ ക്രീപ്പർ ഫാം. തൊട്ട് അതിൻ്റെ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഷുഗർ കെയിൻ ഫാം. കണ്ടല്ലോ? ഇതേപോലെ തന്നെ വേറെ കാര്യം കൊണ്ടിട്ട് വേറെ ഒന്നും നിങ്ങൾ പോലെ കാണിച്ചു തരാന്ന്. ഇതാണ് നമ്മുടെ ബസാൾട്ട് ജനറേറ്റർ. പിന്നെ ഇതൊന്നുമില്ല, അതൊക്കെ ഇത് ഫുള്ള് ഇവിടെ ഗ്രൈൻഡ് ചെയ്യാൻ ഇവിടെ ഏതാണ്ട് 4 മണിക്കൂർ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഫുൾ ഏരിയ ഒന്ന് ഇതുകൊണ്ട് ബ്ലോക്ക് ചെയ്തെടുക്കാൻ ഇതിൻ്റെ അടിയിലുള്ള 4 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള പൊട്ടിക്കണം. 4 മണിക്കൂറൊന്നും നേരിക്കില്ല, എൻ്റെ ഒരു ഏതാണ്ട് കണക്ക്. ഇതിൻ്റെ അടിയിലുള്ള പൊട്ടിക്കണം, ഇത് വെക്കണം, അവിടെ പോയി കളക്ട് ചെയ്ത് ഇവിടെ വെക്കണം. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കഷ്ടപ്പെട്ടത് ഞാനല്ലേ. പിന്നെ മറ്റേ ഫാം ഉണ്ടാക്കിയതിൻ്റെ വീഡിയോയും ഇടാത്തതിൻ്റെ കാരണം ഞാൻ ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് എൻ്റെ ഡ്രൈവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഫുള്ള് ഡിലീറ്റ് ആക്കി. അതേപോലെ തന്നെ ഞാനത് റീസൈക്കിളിൽ നിന്ന് ഡിലീറ്റ് ആക്കി. ഞാൻ അപ്ലോഡ് ചെയ്ത് വിചാരിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായത്. അതിനെന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇട്. നിങ്ങളോട് പറഞ്ഞിട്ടെന്ത്, നിങ്ങൾ കണ്ടാൽ പോരെ കഷ്ടപ്പെട്ട് ഞാനല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഫുഡ് ഫാമാണ്. അതായത് കുറേ ഫാം അടങ്ങിയിട്ടുള്ള ഒരു ഫാം. ഇതിൽ വരാൻ പോണത് നമ്മുടെ വീറ്റ് വരും, ബീട്രൂട്ട് വരും, പൊട്ടാറ്റോ വരും, ക്യാരറ്റ് വരും, മെലൺ വരും, പംകിൻ വരും, പിന്നെ നമ്മുടെ ബാമ്പു വരും, ഷുഗർ കെയിനും വരും. ഇത് നാലല്ല, കണക്കൊക്കെ നിങ്ങൾ എടുത്തോളി. ഇതെല്ലാം കൂടി അടങ്ങിയിരിക്കാൻ പോണ കള്ളികളാണിത്. ഇതിൻ്റെ മേലോട്ട് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ എന്താണെന്ന് വെച്ചാൽ ഒരു പംകിൻ ഫാമോ മെലൺ ഫാമോ. അപ്പം അതേപോലെ അതിനുള്ള റിസോഴ്സും കാര്യങ്ങളും ഞാൻ കളക്ട് ചെയ്തിരുന്നു. ഇത്ര റിസോഴ്സൊന്നും വേണ്ട, ഞാൻ പിന്നെ കുറേ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അപ്പോൾ ഈ കാണുന്ന റിസോഴ്സിൻ്റെ ഇത് പറഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം ഓർമ്മ വരുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു മെലൺ സീഡ് ഉണ്ടല്ലോ, ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കോർഡിനേറ്റ്സ് ഒക്കെ നോക്കി നെതർ പോർട്ടൽ ഉണ്ടാക്കി. ഞാൻ കോർഡിനേറ്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു കോർഡിനേറ്റ്സ് നോക്കി പോയപ്പോൾ കോർഡിനേറ്റ്സ് സെറ്റ് ഏതാണ്ട് 1000 ബ്ലോക്ക് ഞാൻ അത്രയും ദൂരെ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു പോർട്ടൽ ഉണ്ടാക്കിയത്. പക്ഷേ പോർട്ടൽ കയറിയപ്പോൾ ജംഗിൾ ബയോമിലല്ല എത്തിയത്, വേറെ ഏതോ ഒരു പ്ലെയിൻസിൽ. പിന്നെ നോക്കണത് 100 ബ്ലോക്കായിട്ട് ട്രാവൽ ചെയ്താൽ മതി. ഞാൻ കോർഡിനേറ്റ്സ് നോക്കിയ പ്രശ്നമാണ്. ഇത്രയും റിസോഴ്സ് പെടാൻ ഞാൻ കഷ്ടപ്പെട്ടല്ലോ. നിങ്ങൾക്ക് കണ്ടാൽ പോലെ കഷ്ടപ്പെട്ടതാണല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടു, ഈ റിസോഴ്സൊക്കെ കളക്ട് ചെയ്ത് എത്ര കഷ്ടപ്പെട്ടിട്ടും നിനക്കൊക്കെ എന്താണ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഒന്ന് അടിച്ചുവിടൂ പ്ലീസ്, ഒന്ന് അടിക്കട്ടാ. അപ്പോൾ എന്തായാലും ഈ ഫാം ഉണ്ടാക്കുന്നതിൻ്റെ കുട്ടി ടൈം ലാപ്സ് കണ്ടിട്ടാ. പിന്നെ ഷെയ്ഡർ ഉണ്ടാവില്ല, അത് ചെറിയൊരു പ്രശ്നമുണ്ട് ഒപ്റ്റി ഫാബ്രിക്കിന്. അപ്പോൾ ഷെയ്ഡർ ഉണ്ടാവില്ല, ഇതിൻ്റെ കൂടെ ഷെയ്ഡർ കണ്ടിട്ട് പാടേ.
അങ്ങനെ ഫൈനലി ഞാൻ നമ്മുടെ മെലൺ പ്ലസ് പംകിൻ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ്ട് കണ്ടാ നമ്മുടെ മെലൺ പ്ലസ് പംകിൻ ഫാം. ഇതിപ്പോൾ വളർന്നു വന്നിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ഈ ഒരു ബ്ലോക്കും ഈ ഒരു ക്ലാസ് സെറ്റ്. അത് ഞാൻ റീപ്ലേ മോഡ് എടുത്തതിന് ശേഷം വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ നേരെ മേലെ ഭാഗത്തോട്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും, ഇവിടെ ഒബ്സർവറും ഉണ്ട്, അതേപോലെ പിസ്റ്റനും ഉണ്ട്. ഈ ഒബ്സർവർ വർക്കാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അടിയിലുള്ള നമ്മുടെ മെലൻ്റെ ഇതിൻ്റെ സീഡ് വളർന്ന് നിൽക്കണമല്ലോ. അപ്പോൾ ഈ പംകിൻ വരുമ്പോൾ ഒരു സാധനം അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടി ഒന്ന് പൊന്തും. ആ പൊന്തുമ്പോൾ ഈ ഒബ്സർവർ പിക്ക് ചെയ്തിട്ട് ഈ മേലെ കിടന്നാണ്ട് അപ്പം കത്തിയില്ലേ, ആ റെഡ് സ്റ്റോൺ എടുത്തിട്ട് നേരെ ഈ പിസ്റ്റൺമക്ക് ഈ പിസ്റ്റൻ അതെടുക്കും. അങ്ങനെ പിസ്റ്റൻ അവിടെ ഫയർ ചെയ്യുമ്പോൾ അവിടെ വന്ന പംകിൻ പൊളിഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് വെച്ചാൽ. പിന്നെ ഇതൊക്കെ വന്നിങ്ങനെ കളക്റ്റ് ആവുന്ന ഈ മൈൻ കാർട്ട് ഇങ്ങനെ ലാഗടിച്ചാണ് ഈ മൈൻ കാർട്ട് ഇങ്ങനെ വന്ന് വർക്കാകുമ്പോൾ അതിങ്ങനെ ഓടി അങ്ങോട്ട് പോകും. ഓടി പോവല്ല, അത് കളക്റ്റ് ആയിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് ഇവിടെ കുറച്ച് നേരം നിൽക്കും. ഇപ്പം നിൽക്കാത്ത അതിൽ സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. അതിനാണ് നമ്മൾ ഈ റെഡ് സ്റ്റോൺ മെക്കാനിസം ചെയ്തിരിക്കുന്നത്. ഹോപ്പറിന് ഇങ്ങോട്ടൊരു കമ്പാരിറ്റർ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു ടോർച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ നേരെ സൈഡിൽ ഒരു റിപ്പീറ്റർ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്ലോക്ക് വെച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് എത്ര സാധനം ഉണ്ട് അതൊക്കെ ഫുള്ള് ഈ ചെസ്റ്റിലോട്ട് വന്നിട്ട് എന്താണ് ഇതാക്കി ഇതിൽ നിന്നറിയും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ സമയം ഇതും ബ്ലോക്ക് വെച്ച സമയം കൂടി ഒരു ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണാം ഇവിടെ നമുക്ക് 25 മെലൺ സ്ലൈസും അതേപോലെ 8 പംകിനും. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഫാം ഇതിലെന്നായി വർക്കൗട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ 8 ഫാമത്തെ ആദ്യത്തെ 2 ഫാം ഇവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമ്മളെ അടുത്ത 2 ഫാമായ ഏതാണെന്ന് ഞാൻ അടുത്ത ഫാമിൽ പറയുന്നുണ്ട്. അത് ഞാൻ പറയുന്നുണ്ട്. അത് ഇവിടെ 2 ഉണ്ടാകും, പിന്നെ അതിൻ്റെ തൊട്ട് മേലെ അങ്ങനെ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാന്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ഫുള്ള് ഫാക്ടറി ഐലൻഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് വേറൊരാളടുത്തും കൂടി ഉണ്ട്. അതായത് നമ്മളെ സുധിയണ്ണൻ്റെ അടുത്ത്. സത്യം പറഞ്ഞാൽ അപ്പം നിങ്ങൾ കമൻറ്റിലൊന്നും ഇടരുത്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടരുത്. ഞാൻ ഈ വേൾഡ് കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയതല്ല, ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയാണ്. നോട്ട് ദി പോയിൻറ്റ്, കോപ്പി അടിച്ചിട്ടല്ല, ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയാണ്. ഞാൻ പിന്നെ വന്ന് കമൻറ്റ് ഇടരുതടേ പ്ലീസ്. അപ്പോൾ എന്തായാലും പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കൂടി ഉണ്ട് സുധിയണ്ണൻ്റെ അടുത്ത് നിന്ന് ഇൻസ്പയർഡ് ആയത്. പിന്നൊന്നും ഉണ്ടാവില്ല, പിന്നൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇടുന്നത്. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് നമുക്ക് ഇവിടെ ഉണ്ടാക്കണം. അങ്ങനെ ഈ ഇതിൽ ഏകദേശം 20ഓളം ഫാം വരും. പിന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഫാമുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ ഒരു സമാധാനം വരും. അതായത് നമുക്ക് ഓരോ ഫാം ഉണ്ടാക്കി കഴിയുമ്പോൾ അടുത്ത ഫാം ഉണ്ടാക്കണ ഒരു ത്രില്ല് കയറുമല്ലോ, അതേപോലെ. പിന്നെ ഈ പൈപ്പ്, ഈ അയൺ ബ്ലോക്ക് വെച്ചത് അങ്ങനെ അഹങ്കാരമാണ്. അയൺ അഹങ്കാരമാണ്. ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് വരുന്നത് കാര്യങ്ങളൊക്കെ, അതായത് ഇതിൽ നിന്ന് വരുന്നത് നമ്മളിവിടെ ഒരു ഹോപ്പറൊക്കെ വെച്ച് ഈ പൈപ്പ് ഇവിടെ ഇങ്ങനെ ആയിരിക്കും, ഒരു പൈപ്പ് ഉണ്ടാക്കും, ഗ്ലാസ്സൊക്കെ ചുള്ളിൽ കാണാൻ പറ്റുന്ന രീതിയിൽ. അത് ഉണ്ടാക്കിയിട്ട് അത് നേരെ ഇങ്ങനെ കൊടുത്തിട്ട് വേണ്ട ഈ കാണുന്ന പൈപ്പിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഇത് നേരെ നമ്മളെ ഇതിൻ്റെ അടിയിൽ ഏതാണ്ട് ഇവിടെയൊക്കെയാണ്, ഇവിടെ സ്റ്റോറേജ് ആയിട്ടുണ്ട് ഇതിൻ്റെ നേരെ അടിയിൽ. ഞാൻ കാണിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറേജിൽ ഇതൊക്കെ വന്ന് സെറ്റാക്കും. പിന്നെ ഇതൊക്കെ ഞാൻ അവിടുന്ന് പൊളിച്ചഴിട്ടാം. പിന്നെ ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ഫാം ഇതിനൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. അതൊക്കെ അങ്ങനെ സെറ്റാക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ പൈപ്പിൽ വരാൻ പോണത് ഓട്ടോമാറ്റിക് ഫാംസ് മാത്രമായിരിക്കും, വേറെ ഒന്നും ചാൻസ് ഇല്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ഓക്കെ, ബൈ 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 ബൈ, സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. അടുത്തൊരിക്കലും എപ്പിസോഡുമായി കാണാം. ഇറങ്ങി പോടാ.